ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കൈമിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ അരമണിക്കൂർ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ബസ്മതിയായ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുതിർത്തി വെക്കാം. അത് കുതിർത്തി വെച്ചതിന് ശേഷം ഞാൻ സാധാ ചോറ് വെക്കുന്ന ചെമ്പിലാണ് ചോറുണ്ടാക്കാൻ പോകുന്നത്. ഈ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് അതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കുതിർത്തി വെച്ച അരി ഉണ്ടല്ലോ, അത് എടുത്തിട്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇടാം. സാധാ നമ്മൾ ചോറ് വെക്കുമ്പോൾ തന്നെ അതിൽ ഒരല്പം ഓയിലും കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. എന്നിട്ട് സാധാ ചോറ് വെക്കുമ്പോൾ തന്നെ അതിൽ മുഴുവനായിട്ട് നല്ലതുപോലെ വേവണ്ട, ഒരു 90% വേവായി കിട്ടിയാൽ മതി. നമുക്ക് നന്നായിട്ട് ഉടയരുത്. എന്നിട്ട് നല്ല തണുത്ത സ്ഥലത്ത് കൊണ്ടേ വെക്കാം. കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുകയോ അതല്ലെങ്കിൽ ഫാനിൻ്റെ താഴെയായിട്ട് ചൂട് തണയാൻ വേണ്ടി വെക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് അരിയിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി മൂടി വെച്ച് ചോറാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കനാണ് പൊരിക്കേണ്ടത്. ചിക്കൻ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ വെച്ചത്. ചിക്കന് ഇല്ലെങ്കിലും ഫ്രൈഡ് റൈസ് നല്ല അടിപൊളി സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ചിക്കൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചിക്കൻ എടുത്ത്. ചിക്കൻ ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയാൽ ഈ സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. ഈ ചിക്കനിലേക്ക് ചെറിയ കുഞ്ഞു കണ്ടങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിച്ചത്. അതിലേക്ക് സോയാ സോസും അതുപോലെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഇതാട്ടോ ചേർക്കേണ്ടത്. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കുറച്ച് ടൈം വെക്കാം. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഇത് പൊരിച്ചെടുക്കാൻ പറ്റിയ ഒരാവശ്യത്തിന് പറ്റിയ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സാക്കി വെച്ച ഈ ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാം. ചിക്കന് നമുക്ക് എത്ര വേവിലാണ്, അതായത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുന്നതിനെക്കാട്ടും നല്ലത് ഒരു അത്യാവശ്യം വേവായിട്ട് എടുക്കുന്നതായിരിക്കും. ഒന്നും കൂടി നമുക്ക് കടിച്ച് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവാം. ഇനി ഇത് വെന്ത് കോരി നമുക്ക് മാറ്റാം. ഇത് വെന്ത് കഴിഞ്ഞാൽ കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് പച്ചക്കറിയാണ് നമുക്ക് അരിയാനുള്ളത്. അതിന് ഉള്ളിയാണ് വേണ്ടത്. ഉള്ളി ഞാനിപ്പോൾ ഒരു 500 റൈസാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഒരു ഉള്ളിൻ്റെ പകുതി ഉള്ളിയെ ഞാൻ എടുക്കുന്നുള്ളൂ. 1 കിലോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു ഉള്ളി തന്നെ മുഴുവനായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ക്യാരറ്റ് വേണം. ക്യാരറ്റ് അതുപോലെ തന്നെ ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. അത് നല്ലവണ്ണം കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അരിഞ്ഞ് കൊടുത്ത് മാറ്റാവുന്നതാണ്. അതുപോലെ നമുക്ക് ക്യാപ്സിക്കം വേണം. ഞാൻ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസുള്ള ഒരു ക്യാപ്സിക്കാണ് എടുത്ത് നല്ലോണം അരിഞ്ഞ് ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് വെക്കാം. പിന്നെ വേണ്ടത് നമുക്ക് കേബേജാണ് വേണ്ടത്. കേബേജും ഇതുപോലെ തന്നെ ഒരു കേബേജിൻ്റെ പകുതിയാണ്. നമുക്ക് എത്രത്തോളം പച്ചക്കറി വേണോ അത്രയും ചേർക്കട്ടോ. ഞാനിപ്പോൾ അതിന് ആവശ്യത്തിനുള്ള പച്ചക്കറി എടുത്തിട്ടുള്ളൂ. നമുക്ക് പച്ചക്കറി അധികം കൂട്ടിയിട്ട് നമുക്ക് എടുക്കാം. നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കട്ടോ. എത്രത്തോളം പച്ചക്കറി വേണമെന്നും എത്രത്തോളം ചിക്കനോ ഒക്കെ വേണമെന്നും നമുക്ക് എടുക്കാം. അതുപോലെ പയറും പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നല്ലൊരു ടേസ്റ്റ് ഇതിലൊരു പാത്രം എടുത്ത് അത് ഗ്യാസിലേക്ക് വെച്ച് അത് നല്ല ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്ത് അത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൽ ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മളെ നല്ലെണ്ണ അല്ലേ, സാധാ നമ്മളെ നല്ലെണ്ണ ഞാനൊരു ഇത്തിരി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് വരുമ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റിലേക്ക് വരുന്നത് പോലെ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. അതുപോലെ നിങ്ങൾക്കും വേണേൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പല ടേസ്റ്റിലും പരീക്ഷിക്കുന്ന ആൾക്കാരല്ല, അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച
വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും നന്നായിട്ട് ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് അത് നന്നായിട്ട് വാടി വന്ന് നല്ല ഇളക്കി കുഴിച്ച് മിക്സാക്കാം. ഇത് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് വാടട്ടെ. ഇനി ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പയറും അതുപോലെ കാബേജും അതുപോലെ ക്യാപ്സിക്കം ഇപ്പോൾ ഇടുന്നില്ല, അത് ലാസ്റ്റ് ഒന്നൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇടുന്നത്. ബാക്കിയുള്ളത് ക്യാരറ്റും എല്ലാം ഇടുന്നുണ്ട്. എല്ലാം ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ മറ്റേ ഓണിയനൊക്കെ ഇടുന്നുണ്ട്, സ്പ്രിങ് ഓണിയനൊക്കെ ഇടും. പക്ഷെ ഞാനതൊന്നും ഇട്ടിട്ടില്ല. നമ്മളെ കൈമേൽ എപ്പോഴും ഉണ്ടാകുന്നത് ക്യാരറ്റും ഇതൊക്കെ ആണല്ലോ. അപ്പോൾ അത് മാത്രമേ ഞാനതിൽ ചേർത്തിട്ടുള്ളൂ. എൻ്റെ കൈമേലുള്ള സാധനം വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതൊക്കെ നന്നായിട്ട് വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് നന്നായിട്ട് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മൂടി വെച്ച് നന്നായിട്ട് വേവിക്കണം. വെന്ത് അലിഞ്ഞൊന്നും പോകരുത് കേട്ടോ. നന്നായിട്ട് വെന്ത് അലിയരുത്. നമുക്കൊന്ന് വായിൽ കടിക്കാൻ കിട്ടണം, എന്നാൽ വെന്തും ഇരിക്കണം. അങ്ങനെ ആ ഒരു പരുവം കേട്ടോ. ഒക്കെ ഒരു 50 അത്ര മതി കേട്ടോ. ഞാൻ നന്നായിട്ട് വെന്ത ശേഷം നമുക്കതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിന് ശേഷം സോയാ സോസ്, പിന്നെ വിനാഗിരിയും. ഇത് 3 എണ്ണമാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഫ്രൈഡ് റൈസിൽ ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് നമ്മൾ കുരുമുളകും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊക്കെ അവസാനമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഇത് ചേർത്ത് എല്ലാം ഇതിൽ ഓക്കെ ആണോ നോക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഓക്കെ ആണോ നോക്കാം. ഇതെല്ലാം ഞാൻ സൈഡാക്കി വെച്ചതിന് ശേഷം 2 കോഴിമുട്ടാണ് എടുക്കുന്നത്. 2 കോഴിമുട്ട നമുക്കൊന്ന് ചിക്കി പറ്റണം. അതിനു വേണ്ടി 2 കോഴിമുട്ട എടുത്ത് ഉടച്ച് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വെന്ത് ചിക്കി പറ്റ. കോഴിമുട്ടയിലേക്കും ഒരു നുള്ളു ഉപ്പിടട്ടോ. ചിലപ്പം ലാസ്റ്റ് ഫേസ് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പില്ലെങ്കിൽ കോഴിമുട്ടയിലൊന്നും ചിലപ്പോൾ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കോഴിമുട്ടയിലും വേണേൽ ഒരു നുള്ളു ഉപ്പിടാം. ഇതങ്ങനെ ആയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ പച്ചക്കറിയിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കട്ടോ. ഇത് രണ്ടും തമ്മിൽ നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് സോയാ സോസും ഇതൊന്നും നമുക്ക് പാകത്തിനല്ലെങ്കിൽ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എനിക്കത് കുറച്ച് കുറഞ്ഞു പോയ പോലെ തോന്നിയിട്ട് ഞാനത് വീണ്ടും കുറച്ച് സോയാ സോസും അതുപോലെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് വിനാഗിരിയും കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ടേസ്റ്റിന്. കാരണം ചോറും കൂടി ഇടുമ്പോൾ, നമ്മൾ വേവിച്ച് വെച്ച ചോറും കൂടി ഇടുമ്പം അത് ടേസ്റ്റ് അറിയാത്ത പോലെ തോന്നിയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി അതിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ആയി ഒന്ന് മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുത്ത് നല്ലൊന്ന് എല്ലാം കൂടി എല്ലാത്തിൻ്റെ ടേസ്റ്റ് എല്ലാത്തിലേക്കും പിടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ ഇടാതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ചിക്കൻ്റെ ഒരു ഭാഗം ഇല്ലാതെ സാധാ നമ്മൾ ചോറ് ഇട്ടിട്ട് മിക്സ് ആക്കിയാൽ മതി. ഇത് നമ്മളുള്ളത് കൊണ്ട് എൻ്റെ കുറച്ചുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് എന്ന് മാത്രം. അല്ലെങ്കിൽ ചോറിട്ടാലും ഈ സെയിം ടേസ്റ്റ് തന്നെ വരും. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി ഇനി നമുക്ക് ചോറാണ് ഇടാനുള്ളത്. ഇതാ ഈ ഒരു നന്നായിട്ട് ഉടയും ചെയ്യരുത്. ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാട്ടോ. ഞാനിത് ആക്കി കഴിയുന്നത് വരെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്, കാരണം പെട്ടെന്ന് നമ്മൾ ഇളക്കുമ്പോൾ ഇത് ഉടഞ്ഞു പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് തണഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്തതാട്ടോ.
ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലവണ്ണം എല്ലാം നല്ല മിക്സ് ചെയ്ത് ഞാനൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഓക്കെയാണോ, ഉപ്പും എല്ലാം നല്ല ഇതിനാണ്, ഒക്കെ റെഡിയാണ്, എല്ലാം ടേസ്റ്റിലാണ്. ഇത് നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതാ നമ്മളെ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ പറയല്ല, എന്തായാലും മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കണേ. ഷോപ്പിംഗ് വീഡിയോസും അതുപോലെ ഫുഡിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.